നമസ്കാരം. നമ്മളിൽ ഏറെ പേരും ദൈവവിശ്വാസമുള്ള ആളുകളാണ്. പലരും പറയുന്നൊരു പരാതിയാണ്, സാർ ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്, യഥേഷ്ടം പൂജകൾ ചെയ്യാറുണ്ട്, എപ്പോഴും പൂജ ചെയ്യാറുണ്ട്, എന്നിട്ടും എനിക്ക് ദോഷങ്ങളൊന്നും മാറുന്നില്ല, ഗുണമൊന്നും വരുന്നില്ല. ചിലർ പറയാറുണ്ട് ഞാൻ ദേവിയെ ഉപാസിക്കാറുണ്ട്, അത് ചെയ്യുക. അങ്ങനെ പലരും പലതും പറയുന്നു. ഞാൻ ഇതിന് മറുപടിയായിട്ട് ഞാൻ പറയുന്നത്, എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ഒരു ക്ഷേത്രത്തിൽ പോയാൽ ഗുണം കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ക്ഷേത്രത്തിൽ പോയി ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്ഷേത്രത്തിന് വിലയില്ല എന്ന് അർത്ഥം വരില്ലേ? അങ്ങനെയുമില്ല. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോകാൻ പറ്റും. നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പോകാം, പറ്റുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോവുക, പ്രാർത്ഥിക്കുക ഒക്കെ നല്ലതാണ്, മോശമൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ നിർബന്ധമായിട്ട് പോകേണ്ട ചില ക്ഷേത്രങ്ങൾ, അവിടെ പോയേ മതിയാവുള്ളൂ. അവിടെ പോകാതെ എവിടെ പോയിട്ട് എന്താ കാര്യം? എവിടെയാണ് പോകേണ്ടത്? നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകണം, തറവാടിൽ പോകണം, ധർമ്മദൈവത്തെ കാണണം. ഞങ്ങൾ പോകാറുണ്ട്, ധർമ്മദൈവത്തെ ഞങ്ങൾ ആരാധിക്കാറുണ്ട്. എന്നിട്ട് അവിടെയും കുഴപ്പമാണ്, ഒരു സമാധാനവും ഇല്ല. അവിടെ കുടുംബക്കാർ തമ്മിലൊരു ഐക്യവും ഇല്ല. ഇങ്ങനെയൊക്കെ പരാതി പറയുന്നു കേട്ടിട്ടുണ്ട്. ഇപ്പം എന്താ ഇതിനുള്ള കാരണങ്ങൾ എന്ന് വെച്ചാൽ, പലരും ആരാധന കുറഞ്ഞിട്ടൊന്നുമല്ല, പ്രശ്നമൊക്കെ വെച്ചിട്ട് ആരാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അഷ്ടമംഗല പ്രശ്നമൊക്കെ വെച്ചിട്ട് ആരാധനയൊക്കെ നടത്തുന്നുണ്ട്. എന്നിട്ടും പരാതി കുറയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ കാരണത്തെ അന്വേഷിച്ച് ഞാൻ നോക്കിയപ്പോൾ കുറേ കാരണങ്ങളുണ്ട്. നമ്മൾ തറവാട്ടിൽ ആരാധിച്ചുകൊണ്ടിരുന്ന യഥാർത്ഥ ധർമ്മദൈവത്തെയാണോ ഇന്ന് ആരാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലയിടത്തും അല്ല. ഇപ്പോൾ ബ്രാഹ്മണരുടെ ഒരു വിഭാഗത്തെ നമ്മൾ മാറ്റിവെച്ചാൽ, ബ്രാഹ്മണർക്ക് ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള ഒരു ആരാധനാ സമ്പ്രദായമുണ്ട്. അല്ലാത്ത ആളുകൾക്ക് തറവാട്, ധർമ്മദൈവം ഒക്കെ ഉണ്ട്. എങ്ങനെ ഈ ധർമ്മദൈവത്തെ ആരാധിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ, ഗുരുകാരണവന്മാർ, അവരൊക്കെ ഒരു പൂവ് വെച്ചിട്ട് ആരാധിക്കുക, ഒരു വിളക്ക്, ഒരു പൂവ് വെച്ച് ആരാധിച്ചു. പ്രാകൃതമായിട്ടുള്ള ആരാധനാ രീതിയാണ്. പ്രാകൃതമായിട്ടുള്ള ആരാധന രീതി എന്ന് പറഞ്ഞാൽ ഒരു കല്ല് വെച്ച് ആരാധിച്ചു, എന്ന് വെച്ചാൽ മുങ്ങി എടുത്ത് കൊണ്ടുവന്നൊരു കല്ല് വെച്ച് ആരാധിച്ചു. അല്ലെങ്കിൽ ഏതോ ഒരു ഗുരു, ഒരു സിദ്ധൻ കൊടുത്തൊരു വിഗ്രഹം കൊടുത്തു, ഒരു സാളഗ്രാമം കൊടുത്തൊരു വിഗ്രഹം കൊടുത്തു, അതിനെ വെച്ച് ആരാധിച്ചു. കുറേ വർഷം ആരാധിച്ച് അതിനെ നമ്മൾ തുടർന്ന് ആരാധിക്കും. അതൊക്കെ ധർമ്മദൈവത്തിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പം പരമ്പരകളായിട്ട് അമ്മൂമ്മ ആരാധിച്ചു, അമ്മൂമ്മയുടെ അമ്മ ആരാധിച്ചു, അല്ലെങ്കിൽ അപ്പൂപ്പൻ ആരാധിച്ചു, അപ്പൂപ്പൻ്റെ അച്ഛൻ ആരാധിച്ചു, അങ്ങനെയൊക്കെ വരുന്ന ഒരു പരമ്പരയിൽ ആരാധിച്ച് വരുന്ന ദേവതകളെ തുടർന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ അത് ധർമ്മദൈവത്തിൻ്റെ വകുപ്പിൽ വരുന്നതാണ് എന്ന് പറയും. എന്നാൽ ഞാൻ ഈ ധർമ്മദൈവം പലരുടെയും മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അംഗീകരിക്കില്ല. എത്രയോ വർഷമായിട്ട് നമ്മളെടുത്തത് തന്നെ ഇതേ ദേവത തന്നെയാണ് ആരാധിക്കുന്നത്, പ്രാകൃതമായിട്ടുള്ള ആരാധനയാണ്. അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ തന്ത്രിയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, ഇവിടുത്തെ തിരുമേനിയാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. നല്ല അറിവുള്ള ആളുകളല്ലേ. ഈ തന്ത്രിക്ക് അറിവില്ല എന്നോ തിരുമേനിക്ക് അറിവില്ല എന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പണ്ട് കാലത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഒരു അപ്പൂപ്പനായിരുന്നല്ലോ ആരാധിച്ചിരുന്നത്, തിരുമേനി ആയിരുന്നില്ലല്ലോ. അത് കേട്ടിട്ടുണ്ട്. അപ്പൂപ്പനാണ് ആരാധിച്ചിരുന്നത്, തിരുമേനി അല്ല പ്രതിഷ്ഠയൊന്നുമില്ല. ഒരു കുടിവെപ്പ് സമ്പ്രദായ പ്രകാരം ഇങ്ങനെ കുടിവെച്ച് ആരാധിച്ചുകൊണ്ടിരുന്നു. പിന്നീട് എപ്പോഴും അത് മാറി. പിന്നീട് വന്ന് തന്ത്രി പ്രതിഷ്ഠിച്ചു, പിന്നീട് പൂജാരി വന്ന് ആരാധിച്ചു, തിരുമേനിയാണ് വന്ന് ആരാധിക്കുന്നത്, ഞങ്ങൾ പോയി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് അവിടെ എന്തായാലും അല്ല, ഞങ്ങൾ പോയി പ്രാർത്ഥിക്കും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ധർമ്മദൈവം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സേവകൾ ചെയ്ത് അവിടെ നിലനിർത്തി പോരുന്നൊരവസ്ഥ. നമുക്കതിനകത്ത് ഉത്തരവാദിത്തങ്ങളുണ്ട്, ആചരണങ്ങളുണ്ട്. ആചരണങ്ങളൊന്നും ഇല്ലാതെ പറ്റും. ക്ഷേത്രത്തിൽ പോകുന്നത് ഒരുപോലെ. ഇത് ധർമ്മദൈവത്തിൻ്റെ വ്യത്യാസം. തറവാട്ടിലെ ധർമ്മദൈവത്തിന് കുടുംബദൈവത്തിനൊക്കെ എന്താ അത്ര പ്രത്യേകത ഒന്നുമില്ല. അതിന് എൻ്റേതാണെന്നുള്ളൊരു തോന്നൽ, നമ്മുടേതാണെന്നൊരു തോന്നൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നൊരു കർമ്മം ഞാൻ തുടർന്ന് ചെയ്യുമ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്, ഞാൻ അങ്ങനെ ചെയ്യുന്നു.
എൻ്റെ അച്ഛൻ ചെയ്തിരുന്ന കർമ്മമായതുകൊണ്ട് എനിക്കതിനോട് എന്തുണ്ടാവും? ഒരു ഇൻറ്റിമസി ഉണ്ട്, ഒരു ഗാഢമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അച്ഛനാകട്ടെ അച്ഛൻ്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിനും ഒരു ബന്ധം അച്ഛനും ഉണ്ടാവും, അതുകൊണ്ട് തന്നെ എനിക്കും ഉണ്ടാവും. ഇങ്ങനെ എത്രയോ കാലത്താൽ ഉണ്ടാകുമ്പോൾ ഈ ക്രമത്തിൽ വരുമ്പോൾ എന്തുണ്ടാവും? നമുക്കതോട് നമ്മുടേതാണെന്നൊരു തോന്നലോട് കൂടിയിട്ടാണ് നമ്മളത് ചെയ്യുക, അല്ലേ? നമ്മുടേതാണത്. നമ്മൾ അതിനോട് ഒരു ആത്മബന്ധമുണ്ടാകും, ഗാഢമായിട്ടുള്ള ബന്ധം, ഇൻറ്റിമസി ഉണ്ടാവും എന്നർത്ഥം. എപ്പോഴും അത് നമുക്ക് കൈമോശം വന്നപ്പോൾ പിന്നീട് ആരാധിക്കുന്നത് ഈ തരത്തിലല്ല. അതിനോടൊരു ഇൻറ്റിമസി തോന്നാതെ, ഗാഢമായിട്ടുള്ള ബന്ധം തോന്നാതെ ദേവതയെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്നൊരവസ്ഥ വന്നാൽ ആ നിലവാരത്തിലേക്ക് അത് എത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. മന്ത്രമൊന്നും വെച്ചിട്ടല്ല നമ്മളൊരു കാലഘട്ടത്തിൽ ധർമ്മദൈവത്തെ ആരാധിച്ചിരുന്നത്. പ്രാകൃതമായിട്ടുള്ള രീതിയിൽ കണ്ണ എന്നോ കള്ള എന്നൊക്കെ വിളിച്ചിട്ട് ദേവനെ ആരാധിക്കുന്നു നമ്മൾ. അമ്മയെന്നോ തമ്പുരാട്ടിയെന്നോ മുത്തശ്ശിന്നോ മുത്തി എന്നൊക്കെ വിളിച്ചിട്ട് ആരാധിക്കാറുണ്ട്. അപ്പോൾ അത് പ്രാകൃതമായിട്ടുള്ള രീതിയിലാണ്. വൈദിക വിധിയിലൊന്നും തമ്പുരാട്ടി എന്ന് വിളിച്ചിട്ട് ആരാധിക്കാനുള്ള നിയമമൊന്നുമില്ല. അവിടെ ദേവതയ്ക്ക് നാമമുണ്ട്, മൂലമന്ത്രമുണ്ട്, ആരാധന സമ്പ്രദായമുണ്ട്, ലിഖിതമായിട്ടുള്ള നിയമങ്ങളുണ്ട്, അല്ലേ? വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിനെ നമ്മൾ വീട്ടിൽ നിന്ന് ചിച്ചു എന്നോ ചിങ്കു എന്നൊക്കെ വിളിക്കും. സ്കൂളിൽ അങ്ങനെയല്ലല്ലോ വിളിക്കുക, റിക്കാർഡിക്കൽ നെയിമാണ് വിളിക്കുക, അല്ലേ? അങ്ങനെ വ്യത്യാസമുണ്ട്. ഇപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ ആരാധിച്ചിരുന്ന, നമ്മുടെ പരമ്പരകൾ ആരാധിച്ചിരുന്ന ദേവതയെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഈ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാവാനാണ്? ഈ ഞാൻ നേരത്തെ പറഞ്ഞ രീതി കൊണ്ട് ഉണ്ടാവാറുണ്ട്, ഒന്ന്. രണ്ടാമത്തെ രീതി പറയട്ടെ. ഒരു ആളോട് പറയുമ്പോൾ നിങ്ങളിത് പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന കത്തിയാണോ എന്ന് ചോദിച്ചു. അപ്പം അയാൾക്ക് പരമ്പരയായിട്ടൊരു കത്തിയുണ്ട്, ആ കത്തി കൊണ്ടാണ് അവർ പണിക്ക് പോവുക. അത് എൻ്റെ അപ്പനപ്പൂപ്പന്മാർ ഉപയോഗിച്ചിരുന്ന കത്തിയാണ്, എത്രയോ വർഷം പഴക്കമുള്ള കത്തിയാണ്. അത്രയും വർഷം പഴക്കം, പക്ഷെ ഇത് കാണുമ്പോൾ അത്ര പഴക്കമൊന്നും തോന്നില്ല. അതെന്താന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം മുമ്പ് അതിൻ്റെ പിടി മാറ്റിയിരുന്നു. പിടി ഇപ്പോൾ 10 വർഷത്തിന് ഇങ്ങോട്ടുള്ളതാണ്. പിന്നെയോ അത് പിന്നെ കുറേ വർഷം പഴക്കമുണ്ട്, ഇടയിൽ കത്തി ഉരുക്കി മാറ്റിയിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? അതിൻ്റെ പിടിയും പോയി, കത്തിയും പോയി. യഥാർത്ഥത്തിൽ പണ്ട് അപ്പനപ്പന്മാർ കൊടുത്തിരുന്ന കത്തി അല്ലാതെ പുതിയ കത്തിയാണത്. ആ പഴമയൊക്കെ അതിന് പോയി. അപ്പോൾ ആ പാരമ്പര്യം കിട്ടുമോ? ഇല്ല. ഇത്തരം രീതിയിൽ നമ്മൾ അതിൻ്റെ ഒരു വൈഭവം നഷ്ടപ്പെട്ടിട്ട് ആരാധിക്കുമ്പോൾ എങ്ങനെയുണ്ടാവും? ഇതുപോലെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം. വളരെ രസകരമായിട്ട് ഞാൻ പറയാം. നമുക്ക് ഉദാഹരണത്തിന് ഒരു ഗവർണർ ആയിക്കോട്ടെ, ഒരു മുഖ്യമന്ത്രി ആയിക്കോട്ടെ, നമ്മുടെ അച്ഛൻ സർവീസിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു ഉപഹാരമായിട്ടൊരു പേന കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി തന്ന പേനയാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്ന പേനയാണ്, അല്ലെങ്കിൽ ഗവർണർ തന്ന പേനയാണെന്നുള്ളത് കൊണ്ട് പേനയ്ക്ക് 10-20 രൂപ വിലയുള്ളൂ എന്ന് വിചാരിക്കുക. അത്രേ കരുതുള്ളൂ. കടയിൽ കിട്ടുന്ന പേനയാണ് തന്നത്, അല്ലാതെ കിട്ടാത്ത പേനയൊന്നും അല്ല, അപൂർവമായിട്ടുള്ള പേനയൊന്നും അല്ല തന്നു. പക്ഷേ ഈ പറഞ്ഞ സ്ഥാനത്തിരിക്കുന്നവർ ഒരു അംഗീകരിച്ച രീതിയിൽ തന്ന പേനയാണ്, അതുകൊണ്ടത് പ്രത്യേകം ബോക്സിലൊക്കെ ആയിട്ട് എടുത്തു വെച്ചു. എപ്പോഴും ഒരു ഗുരുത്തം കെട്ടാ പയ്യൻ വന്നിട്ട് ഇതെടുത്ത് പൊട്ടിച്ചു. ഇത് കണ്ട ഒരാൾ ആരും അറിയാതെ പോയി കടയിൽ പോയിട്ട് ആ കൊച്ചിൻ്റെ തെറി പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ പേന കൊണ്ടുവന്നിട്ട് മാറ്റി വെച്ചു. പൊട്ടിപ്പൊളിഞ്ഞ പേന എന്ത് ചെയ്തു? കളഞ്ഞു. ഇപ്പം പകരമിരിക്കുന്നത് പുതിയ പേനയാണ്. മുഖ്യമന്ത്രി കൊടുത്ത പേനയാണോ അത്? അല്ലെങ്കിൽ ഗവർണർ കൊടുത്ത പേനയാണോ അത്? അല്ല, പുതിയ പേനയാണ്. ഇതുപോലെ ഞാൻ പറയുന്ന ആ വസ്തു തന്നെ മാറിപ്പോയാൽ എന്ത് ചെയ്യും? പേര് പോട്ടെ, പ്രാകൃതമായിട്ടുള്ള ഒടിവെപ്പ് സമ്പ്രദായത്തിന് ഏത് പേര് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അമ്മയെന്ന് വിളിച്ചാലോ, തമ്പുരാട്ടി എന്ന് വിളിച്ചാലോ, ഭഗവതി എന്ന് വിളിച്ചാലോ, മുത്തി എന്ന് വിളിച്ചാലോ, മുത്തശ്ശി എന്ന് വിളിച്ചാലോ ഒന്നും കുഴപ്പമില്ല. അതെല്ലാം ആ ഒരു പ്രാകൃതമായിട്ടുള്ള രീതിയിൽ തന്നെ അത് സ്വീകരിക്കും, പൂർണ്ണമായിട്ട് സ്വീകരിക്കും.
എന്നാൽ വൈദിക വിധിയിൽ ഇത് പറ്റില്ല. വൈദിക വിധിയിൽ അതിന് നാമമന്ത്രമൊക്കെ. അപ്പം നമ്മൾ പാരമ്പര്യമായിട്ട് ആരാധിച്ച, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ആരാധിച്ച അതിനെ മറ്റൊരു രീതിയിൽ ആരാധിക്കുന്നു. ഉപാധിയും മാറ്റിയിട്ടുണ്ട്, വിഗ്രഹം മുതലായ ഉപാധികളും മാറ്റിയിട്ടുണ്ട്, പൂജാവിധാനങ്ങളും മാറ്റി, സ്ഥാനവും മാറ്റി. പിന്നെ എന്താ ധർമ്മദൈവം? അത് ഏത് തരത്തിലുള്ള ആരാധനയാണ്? അതൊക്കെ മാറിയില്ലേ? സത്യത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആരാധനാ സമ്പ്രദായങ്ങളെയൊക്കെ മാറ്റിമറിക്കുമ്പോൾ, നമ്മൾ പുതിയതാക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പലതും ഇത്തരത്തിൽ വരുന്ന ദോഷങ്ങൾക്ക് കാരണമാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോൾ ധർമ്മദൈവ ദോഷം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, ലളിതമായിട്ടുള്ളൊരു പൂജാവിധി, ഒരു രീതി സമ്പ്രദായം ഞാൻ പറഞ്ഞത്, നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ അതിലൊരു തിരി നമ്മുടെ ധർമ്മദൈവത്തെ സങ്കല്പിച്ചിട്ട് കത്തിച്ച് ആരാധിക്കുക. ഒരു എളുപ്പ വഴിയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടേതായ പ്രാകൃതമായിട്ടുള്ള രീതിയിൽ ഒരു ആരാധന തുടർന്നു വന്നു വരാം. നമ്മൾ പോകുന്ന കുടുംബക്ഷേത്രം ആയിക്കോട്ടെ, തറവാടായിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ പോയി പ്രാർത്ഥിക്കുക. അതിലൊന്നും തെറ്റില്ല, അതൊക്കെ നല്ലത് തന്നെയാണ്. പണ്ട് കാലത്ത് തറവാട്, ധർമ്മദൈവം എന്നൊക്കെ പറയും. കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് തുടങ്ങിയത് അടുത്ത കാലത്താണ്. പണ്ട് നമുക്ക് കുടുംബക്ഷേത്രം ഇല്ല, തറവാട് മാത്രമേ ഉള്ളൂ. തറവാട്ടിലാണ് നമ്മുടെ എല്ലാ ആരാധനാ രീതികളും നടന്നുകൊണ്ടിരുന്നത്. അടുത്ത കാലത്താണ് കുടുംബക്ഷേത്രം എന്നൊക്കെ പറയുന്നത്. അത് ക്ഷേത്രമായി മാറി. തിരുമേനിമാർ അവിടെ വന്ന് പൂജ ചെയ്യുന്നു. വ്യത്യാസം വന്നില്ലേ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ ഇടയിലുണ്ട്. ഇത് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും, ഇത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലേ? തെറ്റോ ശരിയോ എന്നുള്ളതല്ല, ആ തനിമ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ യഥാർത്ഥ ആ മഹത്വം നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, കത്തിയുടെ ഭാഗവും പോയി, പിടിയുടെ ഭാഗവും പോയി, കൈപ്പിടിയും പോയി, കത്തിയും പോയി. പിന്നെ ഇത് പാരമ്പര്യമാണ് ആ കത്തിക്കുള്ളത് എന്ന് പറഞ്ഞതുപോലെ പുതിയ വ്യക്തിയാണത്. മണിച്ചിത്രത്താഴ് സിനിമയിലൊരു ഭാഗമുണ്ടല്ലോ, ഇത് ആ ചിലങ്കയല്ല, ഇത് പുതിയ ചിലങ്കയാണെന്ന് പറഞ്ഞപ്പോൾ വരുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ അത് സമ്മതിക്കില്ല. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ആരാധനാ സമ്പ്രദായങ്ങളെ മാറ്റുമ്പോൾ, പുതുതാക്കി ചെയ്യുമ്പോൾ തനിമ നഷ്ടപ്പെടാതെ ചെയ്യണമെന്നൊരു അഭിപ്രായമുണ്ട്. 500-600 വർഷം പഴക്കമുള്ള ചില വിഗ്രഹങ്ങൾ അടുത്ത കാലത്ത് മാറ്റാൻ പ്രശ്നവിധി ഉണ്ടായിട്ട് അവർക്ക് മാറ്റാനേ പറ്റുന്നില്ല. നമ്മൾ വിഗ്രഹം മാറ്റണമെങ്കിൽ അതിന് നിയമമുണ്ട്, ചില നിയമങ്ങളുണ്ട്. ഇന്ന അംഗങ്ങൾ പൊട്ടിപ്പോയാലേ വിഗ്രഹം മാറ്റാൻ നിയമമുള്ളൂ, അല്ലാതെ വിഗ്രഹം മാറ്റാൻ നിയമമില്ല. വീണ്ടും അതേ വിഗ്രഹം തന്നെ ആരാധിച്ചു. ഞാൻ പറയട്ടെ, ഭഗവാൻ തന്നെ വിതുരർക്ക് ആരാധിക്കാൻ കൊടുത്തൊരു വിഗ്രഹം വിതുരരുത് മറ്റൊരു ഭക്തന് കൊടുത്തു, മറ്റൊരു ഭക്തൻ, അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ അതിനെ ആരാധിച്ചു എന്ന് വിചാരിക്കാം. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ശിലാവിഗ്രഹമാണ് എന്ന് വിചാരിച്ചിട്ട് ആ വിഗ്രഹത്തെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് മറ്റൊരു പുതിയ ശിലാവിഗ്രഹം കുത്തി വെച്ചിട്ടാക്കി കഴിഞ്ഞാൽ അത് ഭഗവാൻ കൊടുത്ത വിഗ്രഹമാകുമോ? അതിൻ്റെ മഹത്വം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ എത്രയോ വർഷം പഴക്കമുള്ള ഇത്തരം ആരാധനാ സമ്പ്രദായങ്ങളെ നന്നായി അറിഞ്ഞ് നമ്മുടെ ആ ഗാഢബന്ധം നഷ്ടപ്പെടാതെ ആരാധിക്കുമ്പോൾ മാത്രമേയാണ് നമുക്ക് ധർമ്മദൈവത്തിൻ്റെ ആ ഒരു പൂർണ്ണത കിട്ടുന്നത്. അപ്പം നമ്മുടെ കുലദേവത എന്ന് പറയുന്നത് ധർമ്മദൈവം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ കുടുംബത്തിൽ ആരാധിക്കുന്നതും അച്ഛൻ്റെ കുടുംബത്തിൽ ആരാധിക്കുന്നതും രണ്ടും നമ്മുടെ കുലദേവത ധർമ്മദൈവമാണ്. നിർബന്ധമായിട്ട് ഇത് രണ്ടും നമ്മൾ ആരാധിച്ചോണം. കൂടാതെ ഒന്നുകൂടി ആരാധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ പങ്കാളിയുടെ കുലദേവതയെ ധർമ്മദൈവത്തെയാണ്. ഭാര്യയുടെ ആയാലും ഭർത്താവിൻ്റെതായാലും ആ ആരാധിക്കുന്ന ധർമ്മദൈവവും നമ്മുടെ ധർമ്മദൈവം തന്നെയാണ്. അതിനോട് നമ്മുടേതാണെന്നുള്ള ആ ഒരു ഗാഢമായിട്ടുള്ള ബന്ധമുണ്ടാണ്. അപ്പോൾ ധർമ്മദൈവം എന്ന് പറയുന്നത് ആ ഗാഢമായിട്ടുള്ള ബന്ധത്തെ നഷ്ടപ്പെടാതെ ആരാധിക്കുന്നത് എന്തുണ്ടോ അത് ധർമ്മദൈവമാണ്. അതാണ് അതിൻ്റെ യഥാർത്ഥ നിർവചനം. അതുകൊണ്ട് ഇൻറ്റിമസി നഷ്ടപ്പെടാതെ ആരാധിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ധർമ്മദൈവത്തിൻ്റെ ആ പ്രസക്തി അവിടെ നമുക്ക് കിട്ടുള്ളൂ. നമ്മുടേത്, നമ്മുടെ അമ്മ, നമ്മുടെ ദൈവം, അങ്ങനെ ഒരു ചിന്ത വേണം നമുക്ക്. അപ്പോഴേ അത് ധർമ്മദൈവം ആവുള്ളൂ. കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാം. എല്ലാവർക്കും
ഒരിക്കൽ കൂടി നമസ്കാരം.